ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി പി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഒപ്പം ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടാണ് എല്ലാ ഏഷ്യൻ മാർക്കറ്റുകളും ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ മാർക്കറ്റുകളിൽ ഇന്നലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ്, S&P 500, നാസ്ഡാക്ക് ഈ ഇൻഡെക്സുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. റസൽ 2000 മാത്രമാണ് സ്ലൈറ്റ്ലി വീക്കായിട്ട് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. മൈക്രോസോഫ്റ്റ്, എൻവിഡിയ, ആമസോൺ, മെറ്റാ പ്ലാറ്റ്ഫോം, ആൽഫബറ്റ് ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ആപ്പിൾ മാത്രമാണ് സ്ലൈറ്റ്ലി വീക്കായിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. മൈക്രോസോഫ്റ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വീണ്ടും ഉയർന്നിരിക്കുകയാണ്. $3.41 ട്രില്യൺ ആയിട്ട് മാറിയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞ പോലെ മൈക്രോസോഫ്റ്റ് മിക്കവാറും ഈ ആഴ്ചയിൽ പുതിയ റെക്കോർഡ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്റർ ആയിരുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്നലെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. നമ്മളും ഇന്നലെ വീക്കായിരുന്നു. പക്ഷേ ഇന്ന് മോർണിംഗിലെല്ലാം ഏഷ്യൻ മാർക്കറ്റുകളും ബെറ്ററാണ്. കമോഡിറ്റികൾ ഇന്നലെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് മോർണിംഗിലും ആ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് $3198 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. സ്ലൈറ്റ്ലി വീക്കാണ് ഇന്നലത്തെ റേറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇന്ത്യൻ റുപ്പി US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ള ആ ലെവലിൽ തന്നെയാണ് ഇന്ന് മോർണിംഗിലും ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ ADRകൾ അമേരിക്കയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് വിപ്രോ ഒഴികെ മറ്റെല്ലാ ADRകളും ബെറ്ററാണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് 525.95 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ ഇന്നലെ വിറ്റിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഫണ്ടുകൾ 237.93 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകളും വിറ്റിട്ടുണ്ട്. ഒപ്പം നമ്മൾ ഇന്നലത്തെ Q4 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷനാണ് എല്ലാ റിസൾട്ടുകളും. റെഡിങ്ടൺ ആണ് സ്ലൈറ്റ്ലി അബോവ് എക്സ്പെക്റ്റേഷൻ റിസൾട്ട് കാഴ്ചവെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ റിസൾട്ടിന് അനുസരിച്ചുള്ള ഇമ്പാക്റ്റ് ഒക്കെ അതാത് സ്റ്റോക്കുകളിൽ കാണാൻ സാധിക്കും. ഓൾറെഡി ഇന്നലെ ട്രേഡിംഗ് ടൈമിൽ റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളിലെല്ലാം തന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വന്നിട്ടുണ്ടായിരിക്കും. ട്രേഡിങ്ങിന് ശേഷം റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളിൽ ഇന്ന് അതിൻ്റെ ഇമ്പാക്റ്റ് കണ്ടേക്കാം. ഒപ്പം മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ വലിയ രീതിയിൽ ഇൻലാൻഡ് ടൂറിസം പ്രൊമോട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിനാണ് ഇതിൽ സ്റ്റേക്ക് ഉള്ളത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ വെസൽസാണ് ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലുള്ള ഈ ടൂറിസം പ്രൊജക്റ്റിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലോങ് റണ്ണിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പക്ഷേ ഡിഫൻസ് സ്റ്റോക്കുകളെല്ലാം തന്നെ ഹയർ പിയിൽ ട്രേഡ് ചെയ്യുന്ന കാരണം ഒരു പോസിറ്റീവ് മൊമെൻറ്റം വലിയ രീതിയിൽ വരാനുള്ള സാധ്യതകൾ കുറവാണ്. അതോടൊപ്പം തന്നെ മറ്റു ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് എന്ന സ്റ്റോക്കുകളുണ്ട്. RVNL 179 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. ആസാദ് എഞ്ചിനീയറിംഗ് പുതിയൊരു JV ഫോം ചെയ്തിട്ടുണ്ട്. HFCL 173.72 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. ITL നിന്നാണ്. റിലയൻസ് പവർ, റിലയൻസ് ഇൻഫ്ര ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ പ്രോമിസിങ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളിലാണ് റിലയൻസ് ഇൻഫ്രയും റിലയൻസ് പവറൊക്കെ ഏർപ്പെട്ടിട്ടുള്ളത്. വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. വാരി എനർജീസ് കാമത്ത് ട്രാൻസ്ഫോമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൽ 100% സ്റ്റേക്ക് എടുത്തിരിക്കുകയാണ്. വാരി എനർജിയുടെ സബ്സിഡിയറിയിൽ കൂടിയാണ്. വാരി എനർജിനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ വളരെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ശ്യാം മെറ്റാലിക്സ് റെയിൽവേ വാഗൺ മാനുഫാക്ചറിങ്ങിലേക്കും കടക്കുകയാണ്. ഈ കമ്പനീനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഓൾറെഡി മെറ്റൽ സെക്ടറിലുള്ള ഈ കമ്പനീനെ സംബന്ധിച്ച് ഡൈവേഴ്സിഫിക്കേഷൻ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ലോങ് റണ്ണിൽ നൽകാൻ പോകുന്നത്. മാർച്ച് 2026 പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 4800 വാഗൻസ് പെർ ആനാണ് ഇവരുടെ കപ്പാസിറ്റി വരാൻ പോകുന്നത്. അശോക് ലൈലൻഡിൻ്റെ ബോണസ് ഇഷ്യൂ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. May 23 ബോർഡ് മീറ്റിംഗ് വരുന്നത്. ഒപ്പം നമ്മൾ IPO സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ NSDLൻ്റെ IPO വരികയാണ്. NSDL 5 കോടി ഷെയറുകളാണ് IPOയിൽ ഓഫർ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ DP സെഗ്മെൻറ്റിലുള്ള കമ്പനികളുടെ പ്രത്യേകിച്ച് CDSLൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ സൈസ് നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ക്ലയൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ CDSL വളരെ മുന്നിലാണ്. അതേസമയം അസറ്റ്സും കമ്പനികൾ നമ്പർ ഓഫ് കമ്പനീസ് ഡിമാറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ നോക്കുകയാണെങ്കിൽ NSDL 64,535 കമ്പനികളുടെ സ്റ്റോക്കുകൾ ഡിമാറ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം CDSL 31,557 കമ്പനികളുടെ ഷെയറാണ് ഡിമാറ്റ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. ഒപ്പം നമ്മൾ ഇക്വിറ്റി ക്യാപിറ്റൽ നോക്കുകയാണെങ്കിൽ 209 കോടി രൂപയാണ് CDSLൻ്റെ ഇക്വിറ്റി ക്യാപിറ്റൽ. 40 കോടി രൂപയാണ്
NSDLൻ്റെ ഇക്വിറ്റി ക്യാപിറ്റൽ 2 രൂപയാണ്. NSDLൻ്റെ ഫേസ് വാല്യൂ വരുന്നത് ഓഫർ ഫോർ സെയിലാണ്. 100% IPOയ്ക്ക് ശേഷം ഇക്വിറ്റി ക്യാപിറ്റൽ കൂടാൻ പോകുന്നില്ല. അതോടൊപ്പം തന്നെ CDSLൻ്റെ ഫേസ് വാല്യൂ നോക്കുകയാണെങ്കിൽ 10 രൂപയാണ്. ഒപ്പം നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് അസറ്റ്സ് ഹോൾഡ് ചെയ്യുന്ന നോക്കുകയാണെങ്കിൽ 484.44 ലക്ഷം കോടി രൂപയ്ക്കുള്ള അസറ്റുകളാണ് NSDL ഹോൾഡ് ചെയ്യുന്നത്. CDSL ഹോൾഡ് ചെയ്യുന്ന നോക്കുകയാണെങ്കിൽ 74.57 ലക്ഷം കോടി രൂപയ്ക്കുള്ള അസറ്റുകൾ മാത്രമാണ് CDSL ഹോൾഡ് ചെയ്യുന്നത്. പക്ഷേ നമ്പർ ഓഫ് അക്കൗണ്ടുകൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും CDSL തന്നെയാണ് വളരെ മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ അസറ്റ് ബേസ് അതുപോലെ തന്നെ നമ്പർ ഓഫ് കമ്പനീസ് ഡിമാറ്റ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ NSDL ആണ് മുന്നിലുള്ളത്. ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് തീർച്ചയായിട്ടും നമുക്ക് ഈ IPO മാർക്കറ്റിലെ പെർഫോമൻസ് കമ്പയർ ചെയ്യാനായിട്ട് സഹായിക്കും. അതോടൊപ്പം തന്നെ 9 മാസത്തെ ഫിനാൻഷ്യൽ 9 മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ CDSL 14.65 കോടി അക്കൗണ്ടുകളായിരുന്നു, 3.87 കോടി അക്കൗണ്ടുകളാണ് NSDLിലുള്ളത്. ഇനി നമ്മൾ പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ബുക്ക് വാല്യൂ NSDLൻ്റെ വരുന്നത് 96.1 എന്നാണ്, CDSLൻ്റെ 84.22 ആണ്. ഒപ്പം പ്രൈസ് ഏർണിംഗ് റേഷ്യോ വെച്ച് നോക്കുകയാണെങ്കിൽ CDSL 70 PEയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ ഈ വാല്യുവേഷൻ NSDLന് കൊടുക്കുകയാണെങ്കിൽ NSDLൻ്റെ 70 PEയിലേക്ക് പെർഫോമൻസ് വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ 9 മാസം, അതായത് ഡിസംബർ 31, 2024 9 മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ EPS 12.99 ആണ് NSDLൻ്റെ. 70 PE നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓൺ ലിസ്റ്റിംഗ് 900,000 രൂപയുടെയൊക്കെ വന്നേക്കാം. ഈ PE മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് NSDLൻ്റെ ഇക്വിറ്റി ക്യാപിറ്റൽ കുറവാണ്, CDSLൻ്റെ ഇക്വിറ്റി ക്യാപിറ്റൽ കൂടുതലാണ്. അപ്പോൾ ആഫ്റ്റർ IPO ഒരു പക്ഷേ ബോണസ് ഇഷ്യൂവിനൊക്കെ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് NSDL. വാല്യുവേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ CDSLൻ്റെ PE റേഷ്യോ അതുപോലെ തന്നെ NSDLൻ്റെ PE റേഷ്യോ NSDL ഈ PE റേഷ്യോ അപ്ലൈ ആണെങ്കിൽ NSDLൻ്റെ IPO മിക്കവാറും വരാൻ പോകുന്ന പ്രൈസ് എന്ന് പറയുന്നത് 600-നും 700-നും ഇടയിലാവാനാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധ്യതകൾ കൂടുതൽ. അങ്ങനെ വരികയാണെങ്കിൽ അറൗണ്ട് 30 to 40% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ലോങ് റണ്ണിൽ നോക്കുകയാണെങ്കിൽ NSDLന് ഒരു പോസിറ്റീവ് ഫാക്ടർ ഉള്ളത്, ധാരാളം കമ്പനികൾ NSDLൻ്റെ ഒപ്പം ഉണ്ട്, അതൊരു പോസിറ്റീവ് ഫാക്ടറാണ്. പെർഫോമൻസ് തന്നെയാണ് ഓവറോൾ മാർക്കറ്റിലുള്ളൊരു ഇമ്പാക്റ്റ് നൽകാൻ പോകുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോങ് റണ്ണിൽ NSDLനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. IPO 600-700 ലെവലിലൊക്കെ വരികയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഗ്രേ മാർക്കറ്റിൽ ഇപ്പോൾ ഈ സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്ന 1000-നും 1150-നും ഇടയിലൊക്കെയാണ്. ഗ്രേ മാർക്കറ്റിൽ വാങ്ങിയുകൊണ്ട് എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ BSE വലിയ രീതിയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ലിസ്റ്റഡ് സ്പേസിലുള്ള മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഒപ്പം NSEയുടെ സ്റ്റോക്കും ഗ്രേ മാർക്കറ്റിൽ 1700 രൂപ പെർ ഷെയർ ക്രോസ് ചെയ്തിട്ടുണ്ട്. വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇതൊക്കെയാണ് മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത്. ഇന്നത്തെ മാർക്കറ്റ് നമ്മളൊരു പോസിറ്റീവ് ബയാസാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഒപ്പം അമേരിക്ക ഇന്ത്യ ട്രേഡ് താരിഫ് റിലേറ്റഡ് പോസിറ്റീവ് ന്യൂസുകളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം Q4 റിസൾട്ടുകൾ. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ല ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.